أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد، وشر الأمور محدثاتها، وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، ولا حول ولا قوة إلا بالله العلي العظيم. إياك نعبد وإياك نستعين، ولا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بالله العلي العظيم. ഒന്നരായ ഈ വേദിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് ശിഹാബ് തങ്ങൾ അവർകളെ, മുസ്ലിം ഉമ്മത്തിൻ്റെ കരുത്തുറ്റ വഴികാട്ടിയും പണ്ഡിതനും വളരെ മനോഹരമായ അതിപ്രധാനമായ ഗൗരവമായി ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഉപദേശം നൽകി അത്യന്താപേക്ഷിതമായ കാര്യങ്ങളെ ഉണർത്തി പണ്ഡിതോചിതമായി ഈ സമൂഹത്തിന്, ഈ സദസ്സിന് നന്മ പഠിപ്പിച്ച ഒന്നിരായ ഗുരുവര്യൻ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, കർമ്മകുലശരായ പ്രവർത്തകന്മാരെ, സദസ്യരെ, ബഹുമാനപ്പെട്ട ഉമറാക്കളെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹു ഈ ഒരുമിച്ച് കൂടിയതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അള്ളാഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇക്കാലം വരെ ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ച എല്ലാ മുഅ്മിനാത്തുകൾക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവരുടെയും ഉഖ്റവിയായ ജീവിതം ഭംഗിയാക്കി കൊടുക്കട്ടെ. അള്ളാഹു നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും ഗുരുവര്യന്മാരുടെയും ബന്ധുക്കളുടെയും എല്ലാവരുടെയും ദോഷങ്ങളെ പുറത്തു തരുമാറാകട്ടെ. ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അള്ളാഹു നമ്മുടെ എല്ലാ സയ്യിആത്തുകളെയും ബഹുമാനപ്പെട്ട ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ലക്ഷക്കണക്കായ ലക്ഷോപലക്ഷം ജനങ്ങളെ അള്ളാഹു നരകത്തിൽ നിന്ന് എടുത്ത് കാക്കുന്ന ഈ പരിപാവനമായ സന്ദർഭത്തിൽ അള്ളാഹു തആല ആ കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരെയും അള്ളാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു തആല നമുക്ക് സ്വാലിഹീങ്ങളായ മക്കളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സത്യദീൻ സ്വീകരിക്കുകയും എല്ലാവിധ ബിദ്അത്ത് കുഫറിനെ തൊട്ട് രക്ഷപ്പെടുകയും ഹക്കായ ദീനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളായ ഒരു തലമുറയെ അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു ആ പിൻതലമുറക്കാരെ കൊണ്ട് നാളെ കൺകുളിർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ ഒറ്റപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളെയും അള്ളാഹു തആല പരാജയപ്പെടുത്തട്ടെ. മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു തആല ഖൈർ വിധിക്കുമാറാകട്ടെ. സർവോപരി ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ഈ നാട്ടിൽ ഐക്യത്തിലും സമാധാനത്തിലും കഴിഞ്ഞു വരുന്ന ആ ഒരു നന്മയുടെ സാഹചര്യവും ഐക്യത്തിൻ്റെ സാഹചര്യവും അള്ളാഹു എന്നും നിലനിർത്തുമാറാകട്ടെ. മതസഹിഷ്ണുതയും ഐക്യവും ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു സാഹചര്യമായി ഈ പരിശുദ്ധ റമളാനിനെ അള്ളാഹു കേരളീയ മുസ്ലിമിന് വരദാനമായി നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദോഷങ്ങളെ പൊറുക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉസ്താദ്മാരെയൊക്കെ ഹളറത്തായതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഒരു പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു പണ്ഡിതൻ ബഹുമാനപ്പെട്ട ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി വളരെ വിഷമകരമായ രോഗത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞ വീട്ടിലാണ്. ദുആ ചെയ്യണമെന്ന് ഇന്നലെ പെട്ടെന്ന് വേദിയിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. ഈ ബേബി ആശുപത്രിയിൽ കിടക്കുന്ന കിഡ്നി ഓപ്പറേഷൻ നടത്താൻ പോകുന്ന ഒരു പെണ്ണിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് അവരെ ഉമ്മ വളരെ വേദനയോടുകൂടെ ഇന്നും ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ സ്ഥലത്തിന്
ഉടമസ്ഥനും ഇന്നിപ്പോൾ വലിയ ഒരു കാര്യം നമുക്ക് ദാനം ചെയ്ത ബഹുമാനപ്പെട്ടവർ രോഗിയാണ്. അവരും അവരുടെ ഭാര്യയും, അതായത് ആ 7 സഹോദരങ്ങളുടെയും ഉമ്മാക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെരിന്തൽമണ്ണക്കാരനായ ഒരാൾ നമ്മുടെ ഈ പരിപാടിയിലേക്ക് 2000 രൂപ ദാനം ചെയ്തിരിക്കുന്നു. ഈ പരിപാടിയിലേക്ക് 2000 രൂപ ദാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബ്ലഡ് ക്യാൻസറിന് പിടിപെട്ട രോഗിയാണ്. അത് പക്ഷേ സദസ്സിലുണ്ടാകാം. അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. അങ്ങനെ പലരുമുണ്ട്. എല്ലാവർക്കും തുടക്കത്തിൽ നേരം പോകുമെങ്കിലും തുടക്കത്തിൽ എല്ലാവരുടെയും ഷിഫാഇന് വേണ്ടി ഒറ്റ ഫാത്തിഹ മാത്രം. ഇലാ ഹളറത്തി നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ നേരം കിട്ടിയാൽ ഇന്ന് പറയും, ഇല്ലെങ്കിൽ ഒരു ദിവസം അത് പറയും. ഇത് തീരുന്നതിന് മുമ്പ് ഒരു ദിവസം ഉണ്ടാക്കിയത് പറയും. 1 മണിക്കൂറെങ്കിലും പറയേണ്ട വിഷയമുണ്ട്. ഇന്ന് അത് പറയാൻ നിന്നാൽ ഇന്നത്തെ വിഷയം പിന്നെ പകുതിയാക്കി വേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ദിവസം സമയം കഴിഞ്ഞിട്ട് സമയം ബാക്കിയുണ്ടെങ്കിൽ അതിന്ന് പറയും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും സമയം ഉണ്ടാക്കിയിട്ടെങ്കിലും പറയുമെന്ന് നിങ്ങൾക്ക് വാക്ക് തരുന്നു. അല്ലാഹു തആല എല്ലാ നല്ല പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാഫിയായ വിജ്ഞാനം ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ, ഈ ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ നമുക്ക് പഠിപ്പിച്ച നാഫിയായ വിജ്ഞാനം ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്നത് അള്ളാഹു നമ്മുടെ കൈവശം നൽകട്ടെ. എല്ലാ പേടിക്കപ്പെടേണ്ട ഫിത്നയുടെ വിജ്ഞാനങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, മത നിഷേധം ഗൗരവം നഷ്ടപ്പെടുന്നുവോ എന്നതാണ് വിഷയം. അള്ളാഹു നമുക്കൊരുപാട് നിഅമത്തുകൾ നൽകിയിരിക്കുന്നു. ഒരുപാട് നിഅമത്ത്. ആകാശം നമുക്ക് നൽകിയതാണ്, ഭൂമി നമുക്ക് നൽകിയതാണ്, നക്ഷത്രങ്ങൾ നൽകിയതാണ്, അനവധി നിഅമത്തുകൾ നൽകിയതാണ്. എന്നാൽ ഈ നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് ദീനുൽ ഇസ്ലാമാണ്. അത് കാമിലായ നിഅമത്താണ്. വേറൊന്നിനെക്കുറിച്ചും കാമിലായ നിഅമത്ത് എന്ന് പറഞ്ഞിട്ടില്ല. ആകാശം നിഅമത്താണ്, പക്ഷെ അത് ഫാനിയത്താണ്, അത് നശിച്ചു പോകുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انشقت وأذنت لربها وحقت. ആകാശം പൊടിഞ്ഞ് തകരും എന്നാ പറഞ്ഞത്. അപ്പം നിഅമത്താണ്, പക്ഷെ അത് ഫാനിയത്താണ്, നശിച്ചു പോകുന്ന നിഅമത്താണ്. അതുകൊണ്ട് നാഖിസത്തായ നിഅമത്താണ്, കാമിലായ നിഅമത്ത് അല്ല. പിന്നെ ഭൂമിയും നിഅമത്ത് തന്നെ, പക്ഷെ അതും ഫാനിയത്താണ്. ഭൂമിയും ഫാനിയ എല്ലാം. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്ക വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹുൽ ദിക്റാ. കല്ലാ ഇദാ, മൈക്ക് ഒന്നും കൂടി ശ്രദ്ധിക്കുക. കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കൻ ദക്കൻ, ഭൂമി പൊട്ടി തകർക്കപ്പെടും എന്നാ പറഞ്ഞു.